സ്വന്തം ജീവനൊടുക്കാനായി 1 മാസത്തോളം നീണ്ട തയ്യാറെടുപ്പ്. അതിന്റെ ഫലമായി 32 പേജ് ആത്മഹത്യാക്കുറിപ്പ്, സാക്ഷികൾ ഒട്ടേറെ. എന്നിട്ടും എങ്ങുമെത്താതെ 6 വർഷം അന്വേഷണം. ഭരണമാറ്റമുണ്ടായ സാഹചര്യത്തിൽ കെ മഹേഷിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ മുന്നിലുള്ള സാധ്യതകൾ എന്തെല്ലാമെന്ന് നോക്കാം. അനിൽ ഇമാനുവൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനിൽ, ഒരു ആത്മഹത്യാക്കുറിപ്പ്, അതിൽ കൃത്യമായ പരാമർശങ്ങൾ. 6 വർഷം അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. എങ്ങനെയാണത് കുഴിച്ചു മൂടിയത് എന്നതിന്റെ അർത്ഥം ആരാണ് ആ കേസിലെ പ്രതികൾ, ആരുടെ പേരുകളൊക്കെയാണ് പരാമർശിക്കപ്പെട്ടത് എന്നതിൽ എത്തി നിൽക്കുന്നു. മധു, തീർച്ചയായിട്ടും ആ പ്രതിപട്ടികയിലെ ആദ്യത്തെ പേര് കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഇതുവരെയും എങ്ങും എത്താതെ നിൽക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാം. കാരണം ഞാൻ പറയുന്നത്, നമുക്ക് ഈ പുതിയ കാലത്തും ഇങ്ങനെയൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന അനുഭവം തന്നെയാണ്. കാരണം ഇവിടെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്നത് പോലെ പോക്കറ്റിൽ എഴുതി ഒരു തുണ്ട് കടലാസ് വെക്കുന്നത് പോലെ മരിക്കാൻ പോകുന്ന ഒരാൾ തിടുക്കത്ത് എഴുതി തയ്യാറാക്കിയ ഒന്നല്ല. 1 മാസത്തോളം മുമ്പേ ഏതാണ്ട് 32 പേജ് വരുന്ന ഒരു കുറിപ്പാണ് അദ്ദേഹം ആദ്യം തയ്യാറാക്കുന്നത്. പിന്നീട് ഇതിൽ മൈക്രോ ഫിനാൻസ് കേസുകളുമായി ബന്ധപ്പെട്ട് തന്നെ മൈക്രോ ഫിനാൻസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആക്കി വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും അടുപ്പക്കാരും ചേർന്ന് നടത്തിയ തട്ടിപ്പുകളാണ് വിവരിക്കുന്നത്. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം, ഒടുവിൽ കേസ് വരുമ്പോൾ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം തന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു, തന്നെ മാത്രം പ്രതിയാക്കാൻ ശ്രമിക്കുന്നു, അതിന് പോലീസിന് മേൽ സ്വാധീനം ചെലുത്തുന്നു എന്നുകൂടിയാണ് ഈ കുറിപ്പിൽ കെ മഹേശൻ പറയുന്നത്. ഇതിനുശേഷമാണ് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ക്രൈംബ്രാഞ്ച് മേധാവിയായ ടോമിൻ തച്ചകരിക്ക് ഒരു 4 പേജുള്ള കത്തെഴുതുന്നുണ്ട്. പിന്നീട് മഹേശൻ ജീവനെടുക്കിയ കണിച്ചുകുളങ്ങര SNDP യൂണിയൻ ഓഫീസിൽ നിന്ന് തന്നെ ആ ജീവനെടുക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ നിന്ന് ഒരു കുറിപ്പ് കണ്ടെടുക്കുന്നു. അതിലാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്റ്റോറിയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, എന്റെ ജീവൻ ഞാൻ വെള്ളാപ്പള്ളി നടേശനായാലും അടുപ്പക്കാരായാലും പീഡിപ്പിക്കപ്പെടുന്ന മറ്റ് യൂണിയൻ ഭാരവാഹികൾക്കായി എന്റെ ജീവൻ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇത്ര വിശദമായി വിപുലമായി ഇതെല്ലാം എഴുതി പ്രസിദ്ധീകരിച്ചിട്ട് ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഈ വരുന്ന 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ 6 വർഷമാവുകയാണ്. അതാണ് ഏറ്റവും കഷ്ടമെന്ന് ഞാൻ പറഞ്ഞത്. അനിൽ, ഈ കാര്യത്തിൽ നോക്കിയപ്പം ഒരു ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി പേരുകളുണ്ട്. എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും പോയ കാലങ്ങളിൽ പോലീസിന്, പോയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സർക്കാരിനൊക്കെ രാഷ്ട്രീയമായ മറുപടി വേണ്ടതാണല്ലോ. അതെ, തീർച്ചയായിട്ടും അത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ചൂണ്ടിക്കാണിച്ചതാണ്. താൻ 2 തവണ താൻ തന്നെ നേരിട്ട് ഇടപെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണമാറ്റത്തോടെ പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് പുതിയ അന്വേഷണം നടക്കും എന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, 2020 ജൂൺ 24 കെ മഹേശൻ ജീവൻ എടുക്കുന്നത്. അതിനുശേഷം സാധാരണ ഏത് ആത്മഹത്യയിൽ ചെയ്യുന്ന പോലെ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാണ് പോലീസ് ചെയ്തത്. അത് പിന്നീട് എഴുതി തള്ളാനുമുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബം പിന്നീട് കോടതികളെ സമീപിച്ച് ഹൈക്കോടതി വരെ പോയി നിയമയുദ്ധം നടത്തിയാണ് ഒടുവിൽ 2022 വെള്ളാപ്പള്ളി നടേശൻ, ഒരു മാനേജർ അശോകൻ, കൂടാതെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, ഇങ്ങനെ 3 പേരെ പ്രതികളാക്കിക്കൊണ്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് 2022 കേസ് മാരാരിക്കുളം പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ പിന്നീട് ഇതുവരെ കാര്യമായ ഒരു നടപടിയുമില്ലാതെ അത് കോൾഡ് സ്റ്റോറേജിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതിനുമേൽ കോടതി നിരീക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ വിധി പറയാനിരിക്കുകയുമാണ്. ഈ ഘട്ടത്തിലാണ് ഇതിൽ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രധാനപ്പെട്ട കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഈ മൈക്രോ ഫിനാൻസ് കേസിൽ തന്നെ കോടതി എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച വരി, എന്തുകൊണ്ടാണ് ഈ കേസ് എങ്ങും എത്താത്തത് എന്നതിന്റെ കാരണം അതിന്റെ പ്രതിപട്ടികയിലുള്ളവരാണ് എന്നത് കോടതി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞാണ്. മൈക്രോ ഫിനാൻസ് കേസിന്റെ പശ്ചാത്തലത്തിൽ ആ കേസ് തുടരെ കോടതിയിൽ എത്തുമ്പോഴും ഒന്നും എവിടെയും എത്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം വെള്ളാപ്പള്ളിക്ക് തുടരാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ പോലും ചില മൂടിവെക്കലുകൾ ഉണ്ടായി എന്നതും നമ്മുടെ മുന്നിൽ വന്ന സാഹചര്യമാണ്. പുതിയ അന്വേഷണം വരികയാണെങ്കിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും? മധു, തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനും അടുപ്പക്കാരായ ഒരു 10ഓളം പേരെങ്കിലും ഇതിൽ പ്രതിപട്ടികയിലേക്ക് വരാനുണ്ട് എന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘം, അന്വേഷണത്തിന് പിന്നിൽ മുൻ അന്വേഷണങ്ങൾ നടത്തിയവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇതിൽ മാത്രമല്ല, മറ്റ് സാക്ഷികളായി ഒട്ടേറെ പേര് ഇതിന് വരാനുണ്ട്. കെ മഹേശന്റെ കുടുംബം തന്നെ കോടതികളിൽ സമർപ്പിച്ച പെറ്റീഷൻ തന്നെ വളരെ നീണ്ട സാക്ഷി പട്ടിക സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 30 വർഷത്തിലേറെ വെള്ളാപ്പള്ളി നടേശനൊപ്പം പ്രവർത്തിച്ചുകൊണ്ടുള്ള അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ കെ മഹേശൻ തുറന്നു പറയുന്നുണ്ട്. അത് കെ മഹേശന്റെ പേരിൽ ബിനാമിയായി കള്ളുഷാപ്പുകൾ നടത്തിയിരുന്നത് മുതൽ മറ്റൊട്ടേറെ പണമിടപാട് മൈക്രോ ഫിനാൻസിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി തന്നെ കരുവാക്കിയത് എങ്ങനെ എന്നതടക്കം ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലെല്ലാം ഉൾപ്പെട്ടവർ, നേരിട്ട് അറിഞ്ഞുകൊണ്ട് ഇതിൽ തട്ടിപ്പ് നടത്തിയവർ, കെ മഹേശനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവർ ഒട്ടേറെയുണ്ട്. അത് ഈ ചിത്രത്തിൽ എങ്ങും വരാത്തവരുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ നേരിട്ട് അറിയാമായിട്ടും ഭയന്നിട്ടും മൂടി വെക്കാൻ, അല്ലെങ്കിൽ മിണ്ടാതെ പുറത്തു പറയാതിരിക്കാൻ പാടുപെട്ട കുറേയേറെ ആൾക്കാരുണ്ട്. അവരെല്ലാം സാക്ഷികളായി ഇതിനകത്ത് വരേണ്ടതുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതൃത്വം നമ്മൾ പറയേണ്ടതില്ലല്ലോ. നമുക്ക് വളരെ പകൽ പോലെ വ്യക്തമാണല്ലോ ആരൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നുള്ളതല്ല.
അല്ല അനിൽ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരാളുടെ ആത്മഹത്യ ഉണ്ടായിട്ട് പോലും അയാളുടെ ആത്മഹത്യാക്കുറിപ്പിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഞാൻ ജീവൻ ഹോമിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ട് പോലും ഒരു മനുഷ്യരും പുറത്തു വന്നില്ലേ ഈ കാര്യങ്ങൾ വിളിച്ചു പറയാൻ? മാധു, അതൊരു ഇരുണ്ട കാലമായിരുന്നു എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഈ ആ സംഘടനയെ സംബന്ധിച്ചും ആ സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്നവർ പോലും ഇപ്പോൾ പല കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കാണേണ്ട ഒരു കാര്യം. പ്രധാനമായും മൈക്രോ ഫിനാൻസ്, അതായത് കെ മഹേഷിനെ മരണത്തിലേക്ക് നയിച്ച മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് കുറ്റപത്രങ്ങൾ നൽകാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ ആണ് അവർക്ക് ഏറ്റവും ക്രൂഷ്യലായ ചില മൊഴികൾ കൂടി ലഭിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇത്രയും കാലം പുറത്തു പറയാൻ ഭയപ്പെട്ടിരുന്നവർ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് മടിച്ചിരുന്നവർ പലരും ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണമാറ്റം കേരളത്തിന്റെ സർക്കാരിന്റെ ഭരണമാറ്റം മാത്രമല്ല, ആ സംഘടനയിലെ നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൂടി ഇവരുടെ എല്ലാം മേലുണ്ടായിരുന്നു. ഈ ഭരണമാറ്റത്തോടെ അത് ഒരു പരിധിവരെ ഒഴിയുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഇങ്ങനെയെങ്കിലും പുറത്തു വരുന്നത്. കുടുംബം മുൻപ് തന്നെ വലിയ ഫൈറ്റിലാണ്, അവർ പോരാട്ടത്തിലാണ് എങ്കിൽ പോലും അവരെ സഹായിക്കാൻ സന്നദ്ധത ഉണ്ടായിരുന്നവർ പോലും മുന്നോട്ട് വരാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു. അതിനൊരു ഒരു അറുതി ഉണ്ടാകുന്നു. അനിൽ, മാരാരിക്കുളം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ എത്ര വർഷമായിരിക്കുന്നു? 2022 മാരാരിക്കുളം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ മറ്റു നിൽക്കക്കള്ളി ഇല്ലാതാണ് അവരത് ചെയ്യേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2020 ജൂണിലാണ് അദ്ദേഹം മരിക്കുന്നത്, ജീവൻ എടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ജീവൻ എടുക്കുമ്പോൾ തന്നെ അത് ഒരു കാര്യം കൂടെ പറയാം, അതായത് അദ്ദേഹം പലതവണ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയെ കണ്ടും മറ്റും പറയുന്നുണ്ട്, എന്നെ ഈ വിധം പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതെ വരും, ഞാൻ ജീവൻ എടുക്കും. ഞാനും എൻ്റെ ഒരു ആത്മഹത്യയെക്കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറയാതെ വായിച്ചു പോകാൻ കഴിയില്ല മധു. അതിൽ ഒന്നിൽ പറയുന്നുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും കൂടി അങ്ങ് ഈ യൂണിയൻ ഓഫീസിൽ വന്ന് ജീവൻ എടുക്കും എന്ന് പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ ഇത്ര ദീർഘമായി കൈപ്പടയിൽ എഴുതി വെച്ച ഒരു ആത്മഹത്യയെക്കുറിപ്പ് ഞാൻ എൻ്റെ ഈ ജോലി ചെയ്ത കാലത്ത് എങ്ങും കണ്ടിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും അത്തരം ഒരു വികാരമാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷെ അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും യാതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ പോയി എന്നുള്ളതാണ്. മാത്രമല്ല അനിൽ, 2022 ഈ മാരാരിക്കുളം പോലീസ് പുതിയ കേസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ മഹേഷിനെ കുറിച്ച് പറഞ്ഞത് എന്നതും ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ്, പുറത്തു പറയാൻ കൊള്ളില്ല കെ മഹേഷിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും എന്നായിരുന്നു അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. 15 കോടിയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുവരെ അദ്ദേഹം അന്ന് പറയുകയാണ്. അത്ര കാലം കൂടെ നടന്ന ഈ മരണത്തിന് തൊട്ടടുത്ത ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വാർത്താ സമ്മേളനം നടത്തി ഇത്തരം കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും ഒരു തരത്തിലൊരു പ്രതിരോധം അല്ലെങ്കിൽ ഇവരുടെ പിടിച്ചു നിൽക്കാൻ ഒരു കൈത്താങ്ങും ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ SNDP യോഗത്തെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പക്കൽ നിന്ന് അവർ പലതവണ സമീപിച്ചു, നേരിട്ടും അല്ലാതെ എല്ലാം പലപ്പോഴേ സമീപിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഇവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു എന്ന പ്രതീതി തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, മൈക്രോ ഫിനാൻസ് കേസ് പോലെ വ്യാപകമായിരിക്കും ഇത്രയധികം കോടികളുടെ ക്രമക്കേടും തട്ടിപ്പും ഒക്കെയുള്ള ഒരു കാര്യം കണിച്ചുകുളങ്ങര ഓഫീസിലുള്ള ഒരു ഓഫീസ് സെക്രട്ടറിയുടെ മാത്രം ഭാഗത്തു നിന്ന് ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു കേസാണെന്ന് വെള്ളാപ്പള്ളി എത്ര ആവർത്തിച്ച് പറഞ്ഞാലും വിശ്വസനീയമാണോ? അതും വെള്ളാപ്പള്ളിക്ക് സർവാധിപത്യമുള്ള ഒരു യൂണിയനുമായി ബന്ധപ്പെട്ട്? ഒരിക്കലുമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ മഹേഷിനെ ഈ മൈക്രോ ഫിനാൻസ് നടത്തിപ്പിന്റെ കോർഡിനേറ്ററായി നിയമിച്ചിരുന്നു എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമോ മറ്റ് അവകാശങ്ങളോ ഒന്നും കെ മഹേഷിന് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അദ്ദേഹം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഒന്നിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. അതൊക്കെ ചെയ്തിരുന്നത് ആരാണ് എന്നുള്ള കാര്യം കൃത്യമായി എനിക്കറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹം പേരുകൾ സഹിതം പറയുന്നുണ്ട്. പോലീസ് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് ആ പേരുകൾ നമ്മളിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ കൃത്യമായി കെ മാസ്റ്റർ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന് നേരിട്ട് പങ്കാളിത്തം ഇല്ലാത്ത മറ്റ് യൂണിയനുകളുടെ ഈ തട്ടിപ്പടപാടിന്റെ അന്വേഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന് നോട്ടീസുകൾ വന്നുകൊണ്ടേയിരുന്നു. ആകെ കെ മഹേഷിനെ പ്രതിയാക്കിയിരുന്നത് ഒരു കേസിൽ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനൊപ്പം പ്രതിയാക്കിയിരുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ പിന്നീട് ആരുടെയോ സമ്മർദ്ദത്തിന്റെ ഫലമായി അവർ ഉറച്ചു വിശ്വസിക്കുന്നു നടേശന്റെ സ്വാധീനത്തിലാണ്. മറ്റൊരുപാട് പോലീസ് ഓഫീസുകളിൽ നിന്നായി അവർക്ക് മഹേഷിന് നോട്ടീസുകൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി ഒരു മരണത്തിലേക്ക് തള്ളിവിടുക തന്നെയായിരുന്നു അന്നത്തെ നേതൃത്വം ഉദ്ദേശിച്ചത് എന്നാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം FIR-ൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹേഷിനെ അതിൽ കുടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതികൾ മാനസിക സമ്മർദ്ദത്തിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ FIR-ൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായ രേഖയിൽ എഴുതുമ്പോൾ തുടരന്വേഷണം നടക്കുമെന്നാണല്ലോ എല്ലാവരും കരുതുക. അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന ചോദ്യത്തിന് ഇനി മറുപടി ഉണ്ടാകുമോ? അതിൽ തീർച്ചയായിട്ടും മറുപടി ഉണ്ടായേ മതിയാവും. കാരണം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം ഇക്കാര്യത്തിൽ സമാധാനം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു കേസിലും ഇല്ലാത്തതുപോലെ ഇത്ര വിപുലമായ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇതിലെ ഒരു വസ്തുതയും മൂടി വെക്കാൻ കഴിയുന്നതല്ല. വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങൾ വരെ സാക്ഷികളും തെളിവുകളും സഹിതമാണ് കെ മഹേഷൻ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇതൊന്നും മൂടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പേരിനെങ്കിലും അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അത് കുഴിച്ചു മൂടാതെ ബാക്കി അവശേഷിപ്പിച്ചത് എന്ന് വേണം പറയാൻ. ഈ ഘട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒട്ടേറെ സാമ്പത്തിക ഇടപാടുകൾ, മൈക്രോ ഫിനാൻസ് കേസ് മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ഒരാളായിരുന്നു കെ മഹേശൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ ഒരു അടുപ്പക്കാരനെ ഇനി മുന്നോട്ട് കൂടെ കൊണ്ടുപോകുന്നത് അപകടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അനിൽ ഇമാനുവലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതി ചേർക്കുന്നു എന്നതിൽ മനോവേദന കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് 2020 കെ മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പ് വിശദമായിരുന്നു. 32 പേജ് ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെയും അവിടുത്തെ ഓഫീസ് സെക്രട്ടറിക്കെതിരെയും അതിനോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കും എതിരെയും ഒക്കെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പീഡിപ്പിക്കപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ തന്റെ ജീവൻ ഹോമിക്കുന്നത് എന്ന് എഴുതി വെച്ചു. അത് FIR-ലുമുണ്ട്. പക്ഷേ അന്വേഷണം എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ VM സുധീരന്റെ ഇടപെടലോടുകൂടി അന്വേഷണത്തിന് ജീവൻ വെക്കുകയാണ്.